നഗരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തിൽ നിങ്ങൾ ഒരുമിച്ച് സംബന്ധിപ്പാൻ ദൈവോലിക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ്, അദ്ദേഹത്തോടൊപ്പം കർത്തൃ ശുശ്രൂഷയിൽ പോരാടുന്ന റോയി, പാസ്റ്റർ ടൈറ്റസ്, എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും ദൈവത്തിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം അബുദാബിയിൽ ഒരു കൺവെൻഷന് വന്ന സമയത്തും ഇവിടെയുള്ള ആരാധനയിൽ സംബന്ധിപ്പാൻ പാസ്റ്റർ വിൽസൺ ജോസഫ് ക്ഷണിച്ചു. ഈ വർഷവും ചർച്ചക്കോടിന്റെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഇവിടെ വന്നതാണ്. ഇത് ആരാധനയിൽ സംബന്ധിപ്പാൻ അദ്ദേഹം പ്രത്യേകം ക്ഷണിച്ചതോർത്ത് നന്ദി അറിയിക്കുന്നു. ഒരുമിച്ച് ലഭിക്കുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ അതിരുകളെ എല്ലാം ദൈവം വിശാലമാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസൻ മുൻപേ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച വാചകങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ സമാധാനത്തോടെ പോകുവാൻ സഹായിക്കണം. സമാധാനത്തിനോട് പോകാനുള്ള വഴി പറഞ്ഞിട്ട് ഞാനിരിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടും. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാത്തുകൊള്ളും. അപ്പോസ്തലനായ പൗലോസ് നാം ചെയ്യണം എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്, ചെയ്യരുത് എന്ന് പറയുന്ന പല കാര്യങ്ങൾ ബൈബിളിലുണ്ട്. വായിച്ച വേദഭാഗത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അതാണ് നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കണം. അത് ചെയ്യേണ്ട കാര്യം. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ട കാര്യം ചെയ്യുകയും ചെയ്താൽ അതിന്റെ ഫലം എന്തായിരിക്കും? സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ലഭിക്കും. ദൈവിക സമാധാനം, അതിനുള്ള രഹസ്യമെന്താണ്? എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല, പ്രതിസന്ധികളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ചില മനുഷ്യര് എല്ലാത്തിന്റെ മധ്യേ സമാധാനത്തോടെ, ചിലര് ആകുല ചിന്തകൾ കൊണ്ട് വലഞ്ഞ് വശായി. കർത്താവ് മാർത്തയോട് പറയുന്നൊരു വാചകമുണ്ട്: മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. മനസ്സ് കലങ്ങിയ ഒരു സ്ത്രീയായി. എന്താ കാര്യം? പല വിചാരങ്ങളാണ്, പല ആകുലതകള് മനസ്സിൽ കിടന്ന് തിളക്കുകയാണ്. നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, മനസ്സിനെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ, ഇതെല്ലാം ഉള്ളിൽ വരുമ്പോൾ ചില മനുഷ്യരെ ആകുലപ്പെടും. ചില മനുഷ്യരെ സമാധാനമായതെല്ലാം അതിജീവിക്കും. അല്ല, സമാധാനത്തോടെ ഇതിനെ നേരിടുന്നത് മനക്കരുത്തുള്ളവരല്ല, ധൈര്യമുള്ളവരല്ല, മറിച്ച് എല്ലാം പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയിക്കുന്നവരാണ്. പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്നവരാണ്. എന്താ ചെയ്യേണ്ടത്? പൗലോസ് പറയുന്നു, സകലവും പ്രാർത്ഥനയിലൂടെ
ദൈവത്തെ അറിയിക്കണം. ദൈവത്തെ അറിയിച്ചു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ തീർന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ വ്യാകുലങ്ങൾ പുറത്തേക്ക് തള്ളുവാനുള്ള ഒരു ഔട്ട്ലെറ്റ് കൂടെയാണ്. പ്രാർത്ഥനയിലൂടെ പല കാര്യങ്ങളാണ് സാധിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ ആവശ്യം ദൈവത്തെ അറിയിക്കുകയാണ്. രണ്ട്, ഇവിടെ പറയുന്നത് അതിലൂടെ നമ്മുടെ വ്യാകുലമെല്ലാം പുറത്തോട്ട് തള്ളിക്കളയുകയാണ്. പിന്നെ അതകത്ത് തങ്ങി നിൽക്കുകയില്ല. മനുഷ്യനാണ് വിചാരങ്ങളും വികാരങ്ങളുമുള്ള ജീവി. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഭാവിയെക്കുറിച്ച് വ്യാകുലതകൾ. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ആകാശത്തിലെ പറവകളെ നോക്കുവേ, ഒരു വ്യാകുലതയുമില്ല. വയലിലെ താമരയെ നോക്ക്, ഒരു വ്യാകുലതയുമില്ല, ഒരു ചിന്താഭാരവുമില്ല. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ദൈവം അതിനെ പുലർത്തും. വയലിലെ താമര വസ്ത്രം നെയ്യുന്നില്ല, ദൈവം അതിനെ അണിയിച്ച് ഒരുക്കുന്നു. പറഞ്ഞിട്ടാ കർത്താവ് പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് അവിടെ 3 വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വിചാരപ്പെടരുത്. ഗിരിപ്രഭാഷണം 6-ാം അധ്യായം ഒന്നെടുത്താട്ട്, കർത്താവ് സുവിശേഷം 6-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നു, 25-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നു, വിചാരപ്പെടരുത്. അപ്പൊ 3 കാര്യങ്ങളാണ് വിചാരപ്പെടരുത് എന്ന് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും അന്നത്തെ ജീവിത പശ്ചാത്തലവുമായും സംസ്കാരവുമായും അന്നത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അന്നത്തെ മനുഷ്യന്റെ ചിന്താകുലങ്ങളായിരുന്നു 3 കാര്യങ്ങൾ. എന്ത്? തിന്നും. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 75 വർഷം മുൻപ് ഇതൊക്കെയായിരുന്നു മനുഷ്യന്റെ വീട്. 75-80 വർഷം മുമ്പ് നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും കാലത്ത് അവര് ചിന്തിച്ചോണ്ട് നടന്ന വിഷയങ്ങൾ ഇതൊക്കെയായിരുന്നു. എന്ത്? തിന്നും. അടുത്ത നേരം കഞ്ഞി വെക്കാൻ വീട്ടിലൊന്നുമില്ലാതെ ഭാരപ്പെട്ട ഒരു തലമുറയായിരുന്നു കഴിഞ്ഞ തലമുറയുടെ മുൻപുള്ള തലമുറ. അവര് ഭാരപ്പെട്ടത് എന്തു തിന്നുമെന്നാണ്. പക്ഷെ നമ്മുടെ ചിന്ത എന്ത് തിന്നുമെന്നുള്ളതല്ല, ഏത് തിന്നുന്നു. കാരണം ഒരുപാട് തിന്നാനുണ്ട്. അതിൽ പലതും നമ്മുടെ വയറ്റിൽ പിടിക്കുന്നതല്ല, ഏത് തിന്നുമെന്നുള്ളതാണ്. സാധാരണ വീടുകളിൽ ചെന്നാൽ ഉടനെ ചോദിക്കുന്നത്, ഭാഷ എന്തൊക്കെയാ കഴിക്കുന്നത്, എന്തൊക്കെ ഒഴിവാക്കണമെന്ന്, ഏത് തിന്നുമെന്നുള്ളത് ഇപ്പോഴത്തെ പ്രശ്നം. അന്നത്തെ പ്രശ്നം എന്ത് കുടിക്കുമെന്നുള്ളതാണ്. ഇന്ന് അത് പ്രശ്നമല്ല, ഏത് കുടിക്കും. ആദ്യം ചോദിക്കുന്ന ചോദ്യം വിത്താണോ വിത്തോട്ടാണോ, ചൂട് വേണോ തണുത്തത് വേണോ, അപ്പൊ ഏത് കുടിക്കും എന്നുള്ളതാണ് പ്രശ്നം. മൂന്നാമത്തെ അന്നത്തെ പ്രശ്നം എന്ത് ഉടുക്കുമെന്നുള്ള. അന്ന് ആകെ ഒരു തുണിയെ കാണുന്നു പുറത്തേക്ക് കൊണ്ട് കൊണ്ടുപോകാൻ. അത് നനച്ചുണങ്ങിയെങ്കിലേ അടുത്ത വേറെ ഇല്ല. അന്ന് മനുഷ്യന്റെ വ്യാകുലമായിരുന്നു എന്ത് ഉടുക്കുമെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ പ്രശ്നം അതല്ല, ഏതാ ഉടുക്കും. പലതെടുത്ത് നോക്കി യോഗത്തിന് പോകുന്നതിന് മുമ്പ് ഇതിൽ ഏതാ ഉടുക്കേണ്ടത്, ഏതാ ഇടേണ്ടത്, എന്നിട്ട് അത് തെരഞ്ഞെടുക്കുന്ന ഒത്തിരി സമയം. യോഗത്തിന് ചിലർ വരാൻ താമസിക്കുന്നതല്ലേ, ഏതാ തെരഞ്ഞെടുക്കാൻ ഒരുപാട് സമയം. അപ്പൊ പ്രശ്നങ്ങൾ മാറി. അപ്പൊ അന്ന് കർത്താവ് പറഞ്ഞത് ഇന്നത്തെ മനുഷ്യന്റെ ചിന്തയല്ല. എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കുമെന്നുള്ളത് ഇന്നത്തെ മനുഷ്യന്റെ ചിന്തകളല്ല. അത് അന്ന് മനുഷ്യൻ ഭയപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ കാലം മാറിയെങ്കിലും മനുഷ്യന്റെ വ്യാകുലത മാറിയിട്ടില്ല. ഇന്ന് തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഉടുക്കാനുണ്ട്. പക്ഷേ മനുഷ്യനോട് ചോദിച്ചില്ല പ്രശ്നമുണ്ടോ. ഇന്ന് മനുഷ്യൻ പ്രശ്നത്തില്ല. അന്നത്തെ പ്രശ്നമല്ല ഇന്ന് മനുഷ്യനെ അലട്ടുന്നത്. ഇന്ന് മനുഷ്യനെ അലട്ടുന്ന ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാണ്.
താമസിക്കുന്നവർക്ക് ജോലിയുടെ സ്ഥിരത സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. എന്റെ ജോലി കാര്യം എന്താകും, വിസ കാര്യം എന്താകും, കുടുംബത്തിന്റെ സ്ഥിതി എന്താകും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, അവരുടെ വിവാഹം എങ്ങനെയാണ്, വീടുപണി എങ്ങനെയാണ്, പ്രായമാകുമ്പോൾ ആര് ഞങ്ങളെ നോക്കും, ഇങ്ങനെ ഒരുപാട് 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 ചിന്തകളാണ് മനുഷ്യൻ. ഒത്തിരി ഒത്തിരി വ്യാകുലതകളാണ് മനുഷ്യന്. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുതെന്നല്ല പറഞ്ഞത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് വ്യാകുലതയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് വിചാരപ്പെടാൻ പാടില്ല. പഴയ ഒരു തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം, പഴയ ആളുകളെ ഇന്നത് ചെയ്യെന്ന് പറയത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ അന്ന് റൈറ്റ് ഇല്ല. ഇന്നത്തെ തലമുറയുടെ ഒരു വ്യത്യാസം, എന്ത് പറഞ്ഞാലും അവരതിന്റെ റീസൺ ചോദിക്കും. നമ്മൾ സാധാരണ പറയും പിതാക്കന്മാരുടെ അതിരാണ്. ഇപ്പൊ പിള്ളേർ ചോദിക്കും അവരുടെ അതിന് ഞങ്ങൾക്കെന്താ വരും, അവരെവിടെയൊക്കെ കൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്താണ് അതിന്റെ കാരണം, പുറകിലുള്ള കാരണം പറയണം. മനുഷ്യൻ റീസൺ ചെയ്യുന്ന കാലമാണ്. ഏതിന്റെയും ന്യായങ്ങൾ, അതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കണം. എന്തുകൊണ്ട് വിചാരപ്പെടാൻ പാടില്ല? കാരണങ്ങൾ കർത്താവ് പറയുന്നു. അതിന്റെ 27-ാം വാക്യം, ഒന്നാമത്തെ കാരണം, വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം കൂട്ടാനും പറ്റിയാലും ഒരു മുഴം കുറയ്ക്കാനും പറ്റിയാലും പിന്നെന്തിനാ വിചാരപ്പെടുന്നത്? അപ്പോൾ വിചാരപ്പെടുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതാ ഒന്നാമത്തെ കാരണം. അതങ്ങനെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം അതിന്റെ മൂടിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം നിങ്ങൾ വിചാരപ്പെടാൻ പാടില്ല. കാരണം നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. മനുഷ്യൻ വിശേഷതയുള്ളതാണ്. മനുഷ്യൻ പറവയെ പോലെയല്ല, മനുഷ്യൻ മൃഗത്തെ പോലെയല്ല, മനുഷ്യൻ സസ്യത്തെ പോലല്ല. ആകാശത്തിലെ പറവയെ നോക്ക്, വയലിലെ സസ്യത്തെ നോക്ക്, കാട്ടിലെ മൃഗങ്ങളെയും നോക്കിക്കോ. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ അതുപോലല്ല. അവയെയെല്ലാം ഞാൻ പുലർത്തുന്നു. അവയെയെല്ലാം ഞാൻ പുലർത്തുന്നെങ്കിൽ, അവർക്ക് വിചാരപ്പെടേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങളെന്തിനാ വിചാരപ്പെടുന്നത്? നിങ്ങൾ അതിനേക്കാൾ വൈശിഷ്ട്യമുള്ളവരാണ്. മനുഷ്യൻ മനസ്സിലാക്കാതെ പോയിരിക്കുന്ന കാര്യം മനുഷ്യന്റെ വൈശിഷ്ട്യമാണ്. ഞാൻ വിശേഷതയുള്ളൊരു ആളാണ്. അത് മനുഷ്യന്റെ അകത്ത് കയറും. ദൈവത്തിന്റെ നോട്ടത്തിൽ ഞാൻ ഏറ്റവും വൈശിഷ്ട്യമുള്ളവനാണ്. ലേഖനം 2:10 കൂടെ വായി. നാം അവന്റെ കൈപ്പണിയായി, മതി, നാം അവന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടവരാകും. അതാ മനുഷ്യന്റെ വിശേഷം. മനുഷ്യനെ വൈശിഷ്ട്യമാക്കുന്ന ഘടകമേതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തിന്റെ കൈപ്പണിയാണ്. ദൈവത്തിന്റെ കൈപ്പണി എന്നുള്ളതിന് ഒരു തർജ്ജമയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യു ആർ ഹിസ് മാസ്റ്റർ പീസ്. ദൈവ സൃഷ്ടിയുടെ മാസ്റ്റർ പീസ് ഐറ്റമാണ് മനുഷ്യൻ. ദൈവ സൃഷ്ടിയുടെ മാസ്റ്റർ പീസ് ഐറ്റം സൂര്യനല്ല, ചന്ദ്രനല്ല. ചിലരൊക്കെ സൂര്യന്റെ വലുപ്പവും ചന്ദ്രന്റെ വലുപ്പവും അതിന്റെ അകലവും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അത് കേട്ടാൽ തോന്നും ദൈവത്തിന്റെ ഏറ്റവും വൈശിഷ്ട്യമുള്ള സൃഷ്ടി അതാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, അതൊന്നുമല്ല ദൈവത്തിന്റെ വൈശിഷ്ട്യമുള്ള സൃഷ്ടി. ദൈവത്തിന്റെ വൈശിഷ്ട്യമുള്ള സൃഷ്ടി സൂര്യനുമല്ല, ചന്ദ്രനുമല്ല, മറ്റൊരു ഗ്രഹങ്ങളുമല്ല.
ഇവിടെയുള്ള മലകളല്ല, നദികളല്ല, സമുദ്രമല്ല, ഇതൊന്നുമല്ല ദൈവത്തിന്റെ വൈശിഷ്ട്യമുള്ള സൃഷ്ടി. കാരണം അവയെല്ലാം ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചതാണ്. അവയൊന്നും ഉണ്ടാക്കുവാൻ ദൈവത്തിന്റെ കൈ കൊണ്ട് ഒന്നും ചെയ്തില്ല. ഒറ്റ വാക്ക്, വെളിച്ചമുണ്ടാകട്ടെ, സൂര്യൻ ഉണ്ടായി. അവിടെ എന്തായാലും വൈശിഷ്ട്യമുണ്ട്. അവിടെ ദൈവത്തിന് അതിനുവേണ്ടി എന്ത് അധ്വാനമാണ് ഉണ്ടായത്? ഒരധ്വാനം ഉണ്ടായില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു സൃഷ്ടിയല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പ്രത്യേക ഒരു ഡിസൈൻ ദൈവം മനസ്സിൽ കരുതി. ദൈവം പറഞ്ഞു, ഞാൻ എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കും. വേറെ ഒന്നിനും കൊടുക്കാത്ത ഒരു വിശേഷത ദൈവം മനുഷ്യന് കൊടുത്തു. ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവും ദൈവം മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല, മനുഷ്യനെ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയില്ല. ആദമുണ്ടാകട്ടെ, ആദമുണ്ടായി. ഹവ്വ ഉണ്ടാകട്ടെ, ഹവ്വ ഉണ്ടായി. അങ്ങനെ നമ്മൾ വായിക്കുന്നതല്ല. അത് ദൈവത്തിന്റെ കൈപ്പണി. ദൈവം മണ്ണ് കുഴച്ച് അവന്റെ കൈകൊണ്ട് മെനഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് തന്റെ ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറിയ സൃഷ്ടിപ്പിൽ ഒരു വൈശിഷ്ട്യമുണ്ട്. എന്തിനാണ് ദൈവം മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചത്? വാക്കുകൊണ്ട് സൃഷ്ടിച്ചാൽ പോരായിരുന്നു. എന്തിനാ മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം ആരാണെന്ന് മനസ്സിലായെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം. സ്നേഹവാനായ ദൈവം മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചത്? ഏതെങ്കിലും വർഷിപ്പ് ടീമിനോട് ചോദിച്ചാൽ അവർ പറയും, ദൈവത്തെ ആരാധിക്കാനാണ് സൃഷ്ടിച്ചത്. ദൈവത്തെ ആരാധിക്കണം, പക്ഷെ സൃഷ്ടിച്ചത് കൊണ്ടല്ല ആരാധിക്കണം. അതിനല്ല സൃഷ്ടിച്ചത്. ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ച വെറും ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യനെങ്കിൽ എന്റെ ആരാധന യാന്ത്രികമാകുമായി. അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ യന്ത്രം ചലിക്കുന്നത് പോലെ, ഒരു യന്ത്രത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു, ആ യന്ത്രം ചലിക്കുന്നത് പോലെ ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അതിലെനിക്ക് വികാരമില്ല, വൈകാരികതയില്ല, സ്നേഹമില്ല, ബന്ധമില്ല ദൈവത്തോടെ. യന്ത്രം ആരാധിക്കുന്നു. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു യന്ത്രമല്ല മനുഷ്യൻ. ദൈവം ഒരു ആരാധനാ കൊതിയനുമല്ല. അതുകൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നതിന് വേറെ കാരണമാണ്, അത് പറയാം. എന്നാൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ എന്തിനാ ഉണ്ടാക്കിയത്? ദൈവത്തിന്റെ സ്നേഹം പകരാൻ. ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹത്തിന് പ്രകടിപ്പിച്ചു. ഒരാളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ സ്നേഹം പ്രകടിപ്പിക്കും. സ്നേഹം പകരാനുള്ളതാണ്. സ്നേഹം അടക്കി വെക്കാനുള്ളതല്ല. സ്നേഹം പകർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അതാ. നമ്മുടെ സ്നേഹം ദൈവത്തോട് പകരുന്ന, ദൈവത്തോട് സ്നേഹമുള്ളവനെ ആരാധിക്കത്തുള്ളൂ. ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ് നമ്മുടെ ആരാധന. അല്ലാതെ ഉണ്ടാക്കിയ യന്ത്രം കിടന്ന് ചലിക്കുന്നതല്ല ആരാധന. മറിച്ച് എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നതിന്റെ പ്രദർശനമാണ് എന്റെ ആരാധന. ആരാധന എന്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന നന്ദിയുടെ സ്തുതി സ്തോത്രങ്ങളാണ് ഉയരുന്നത്. അത് യാന്ത്രികമല്ല, യന്ത്രമല്ല, കാണാതെ പഠിച്ച കുറെ മറുഭാഷ. എല്ലാ ദിവസവും അത് തന്നെ ചുമ്മാതെ വിളിച്ചു പറയുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അതാരും ലീഡ് ചെയ്ത് വരുത്തുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നത്. അത് ഹൃദയത്തിന്റെ ഭാഷയാണ്. അതിന് ബാഹ്യപ്രേരണയൊന്നും വേണ്ട. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ തിരിച്ചറിവ് മാത്രം മതി. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് ഞാൻ തിരികെ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രദർശനമാണ് എന്റെ ആരാധന എന്ന് പറയുന്നത്. എന്നാൽ ദൈവം മനുഷ്യനെ എന്തുകൊണ്ട് വിചാരപ്പെടുന്നത്? അതിന്റെ കാരണമാണ് പറയുന്നത്. മനുഷ്യൻ വൈശിഷ്ട്യമുള്ളവനാണ്.
ദൈവത്തിന്റെ സ്നേഹം പകരുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യൻ. എന്താ മനുഷ്യന്റെ വൈശിഷ്ട്യം? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട കുറെ ദൂതന്മാരുണ്ടായി. അവര് നല്ലൊരു പങ്ക് വീണുപോയി, നിഗളിച്ച് വീണുപോയി. 24 മണിക്കൂറും ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാർ എണ്ണമറ്റവർ വീണുപോയണക്ക് ദൈവം പ്രതികരിച്ചില്ല, ദൈവം അനങ്ങിയില്ല. അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതിയുമിട്ടില്ല. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ പറഞ്ഞില്ല വീണുപോയ ദൂതന്മാർക്കും വേണമെങ്കിൽ അത് വിശ്വസിച്ച് മടങ്ങി വരാമെന്ന്. അവർക്കൊരു പ്രൊവിഷൻ പോലും ദൈവം കൊടുത്തില്ല. കാരണം അവരല്ല ദൈവത്തിന്റെ വൈശിഷ്ട്യമുള്ള സൃഷ്ടി. പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. പുരാതന ലോകത്തെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു കളഞ്ഞു. പുരാതന ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിച്ചു കളഞ്ഞ ദൈവം വീണുപോയ ദൂതന്മാരെ ആദരിക്കാതെ അവരെ അന്ധതമസിലേക്ക് ഏൽപ്പിച്ച ദൈവം മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അതുപോലെ ഉപേക്ഷിച്ചില്ല. എന്താ കാര്യം? മനുഷ്യൻ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ്. ആ മാസ്റ്റർ പീസ് ഐറ്റത്തിന് എന്ത് കേടുവന്നാലും അതിനെ ദൈവം റിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതുണ്ടാക്കിയത് ദൈവത്തിന് സ്നേഹിക്കാനാണ്, ദൈവത്തിന്റെ സ്നേഹം പകരാൻ ദൈവം എന്നെ ഉണ്ടാക്കിയതാണ്. ഇന്ന് രാത്രി ദുഷ്ട പിശാചിനോട് വിളിച്ചു പറ, ഞാൻ വിലയില്ലാത്ത ഏതോ ജീവിയാണെന്ന് എന്നെ പറഞ്ഞ് ധരിപ്പിക്കാൻ നീ നോക്കണ്ട. ദുഷ്ട പിശാചെ, ഞാൻ ദൈവത്തിന് വിലയേറിയവനാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ ദൈവം എന്നെ സൃഷ്ടിച്ചതാണ്. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ സ്നേഹം മുഴുവൻ പകരുന്നത് എന്നിലേക്കാണ്. ദൈവത്തിന്റെ കരുതൽ മുഴുവൻ എന്റെ കാര്യത്തിലാണ്. ദൈവം വിചാരപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ തെറ്റിപ്പോയപ്പോൾ ദൈവം പറഞ്ഞില്ല പോകട്ടെ, പറയാൻ പറ്റിയല്ല. മനുഷ്യൻ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ്. രണ്ടു ചേർക്കും മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. കൃത്യമാണോ അല്ല പറഞ്ഞത്? ഒരു കണക്ക് പറഞ്ഞത് അതേ പിടിച്ച് വഴക്കൊന്നും ഉണ്ടാക്കണം. രണ്ടല്ല രണ്ടരച്ചാക്കാന്ന് പറഞ്ഞൊന്നും വഴക്കുന്നത്. എത്രയോ 2 കൊട്ട മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന് പറയാമായിരുന്നു, സാരമില്ല, 2 കൊട്ട മണ്ണല്ലേ പോയുള്ളൂ, വേറെ 2 കൊട്ട മണ്ണ് കുഴച്ച് ഇതിനേക്കാൾ നല്ല വേറൊരു മനുഷ്യനെ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് ദൂതന്മാരെ തള്ളിയതുപോലെ തള്ളിയില്ല. പുരാതന ലോകത്തെ നശിപ്പിച്ചതുപോലെ നശിപ്പിച്ചില്ല. ഉണ്ടാക്കാൻ 2 കൊട്ട മണ്ണേ ചെലവായുള്ളൂ. പക്ഷേ ഈ മൺകൂടാരം ദൈവത്തിന്റെ വൈശിഷ്ട്യമുള്ള സൃഷ്ടിയാണ്. ഇത് എന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിലുള്ള യാത്രയും വർദ്ധിച്ച് എല്ലാ വ്യാകുലതയും തുറന്നു. ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ എന്ത് ചെയ്തെന്ന് ആദ്യം പറയാം. തെറ്റ് ചെയ്ത മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചതേയില്ല. തെറ്റിപ്പോയേ എന്ന് ദൈവത്തോട് പറഞ്ഞില്ല. ആദമും പറഞ്ഞില്ല, ഹവ്വയും പറഞ്ഞില്ല തെറ്റിപ്പോയെന്ന്. അയ്യോ, ഒരവസരം പറ്റിപ്പോയ ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല. മറിച്ച് മറുതലിക്കുകയാണ് ചെയ്തു. മനുഷ്യൻ തന്നെ ദൈവത്തെ കൂടാതെ അവന്റെ നഗ്നത മറയ്ക്കാൻ അധീര തുന്നിച്ചത് അറിയാതെ ഉണ്ടാക്കി പരാജയപ്പെട്ടു. എന്നിട്ടും മനുഷ്യൻ ദൈവത്തോട് നിലവിളിക്കുന്നില്ല. മനുഷ്യൻ ഒരു വൃക്ഷത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. എന്നെ ആരും കാണണ്ട, എനിക്കാരും കാണണ്ട, എനിക്കാരും കാണണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒളിച്ചിരുന്നെങ്കിലും ദൈവം അന്വേഷിച്ച് ഇറങ്ങി വന്നു. എന്താ കാര്യം? ഞാൻ വൈശിഷ്ട്യമുള്ളവനായിരുന്നു.
എന്നെ ദൈവത്തിന് സ്നേഹിക്കാൻ വേണം. ദൈവം ഇറങ്ങി വന്നു. എങ്ങനെ വന്നത്? കാലച്ച കേൾപ്പിച്ചാ വന്നത്. കള്ളനെ പിടിക്കാൻ പോലീസ് വരുന്നത് പോലെയല്ല ദൈവം തോട്ടത്തിൽ വന്നത്. ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതെ വന്ന് തോട്ടത്തിന്റെ പുറകിലിരിക്കുന്ന യാതൊരു ഉച്ചിക്കടിക്കാനല്ല ദൈവം വന്നത്. ദൈവം ഒച്ച വന്ന് കാലിട്ട് അനക്കി തോട്ടത്തിൽ ദൈവത്തിന്റെ കാലൊച്ച കേട്ടു. ദൈവം പറയുകയാണ്, എന്തോ ഒച്ച പറയുന്നറിയാമോ? മനുഷ്യ, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. നീ എന്നെ തിരക്കിയില്ലെങ്കിലും ഞാൻ നിന്നെ തിരക്കി വരിക. ഒച്ച കേട്ട് നീ ഇറങ്ങി വന്നപ്പോ ചെല്ലുക. എന്നിട്ട് മനുഷ്യൻ വന്നില്ല. ദൈവം പിണങ്ങി പോയില്ല. അവിടെ നിന്നവനെ പേര് ചൊല്ലി വിളിച്ചു. ഇന്ന് രാത്രി പുറമോട്ടിറങ്ങി ചിന്തിച്ചു നോക്കി. പല പ്രാവശ്യം ഒച്ച വെച്ചിട്ടും പല പ്രാവശ്യം ഒച്ച കേൾപ്പിച്ചിട്ടും ദൈവസ്നേഹം തിരിച്ചറിയാതെ പോയതൊക്കെ ഒന്ന് എണ്ണി നോക്കിക്ക്. എത്ര പ്രാവശ്യം ദൈവസ്നേഹത്തിന്റെ ഒച്ച കേട്ടിട്ടും അവനെ കൂട്ടാക്കാതെ പോയിട്ടും അവൻ കടന്നു പോകാതെ എന്നെ അന്വേഷിച്ചു വന്ന് പേര് ചൊല്ലി വിളിച്ച് ഇവിടെ കൊണ്ട് ഇരുത്തിയതാണെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്. അവരുടെ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് സ്തോത്രങ്ങളുടെ ശബ്ദമുയർത്തി കരങ്ങളെ ആടിയിട്ട് വീരുവെള്ളത്തിന്റെ ഈരത്തില് പോലെ ഞങ്ങളുടെ മുഴക്കം പോലെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്ത് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്ന അവനെ ഇത്ര മാത്രം സ്നേഹിപ്പാൻ ഞാനേതുമില്ല. ഞാൻ അവിടുത്തെ അന്വേഷിച്ചതല്ല, ഞാൻ അവിടുത്തെ തിരക്കിപ്പോയതല്ല. അവിടുത്തെ സ്നേഹം എന്നെ തേടി വന്നു. ഞാൻ ഒളിച്ചോടിയിട്ടും മറുതലിച്ചിട്ടും എന്റെ പുറകെ വന്ന് എന്നെ പിടിച്ചു വലിച്ച് ഇതിന്റെ അകത്ത് കൊണ്ടുവന്നത് എന്താന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹമാണ്, എന്നോടുള്ള ദൈവത്തിന്റെ പ്രിയമാണ്. ദൈവം എന്നെ തേടി വന്നതാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ വൈശിഷ്ട്യമുള്ള സൃഷ്ടിയാണ്. കൂട്ടത്തിൽ വന്ന് എന്ത് ചെയ്തു? ഒരു തെറ്റും ചെയ്യാത്ത ഒരാട്ടിൻകുട്ടിയെ കഴുത്ത ഞെരിച്ച് കൊന്ന് അതിന്റെ ചുടുചോര നിലത്ത് ഒഴിച്ചിട്ട് അതിന്റെ തുകൽ വലിച്ചുരിഞ്ഞ് എന്റെ നഗ്നത മാറ്റുവാൻ എന്നെ ഉടുപ്പിച്ചു. ആട്ടിൻകുട്ടി ചോദിക്കുകയാണ്, എന്തിനാ ദൈവമേ എന്നെ കൊല്ലുന്നത്? ഞാനെന്തോ തെറ്റ് ചെയ്തു? ദൈവം പറഞ്ഞു, നീയല്ല തെറ്റ് ചെയ്തത്, പക്ഷെ എന്റെ മാസ്റ്റർ പീസ് ഐറ്റം തെറ്റിപ്പോയി. അതിന് നഗ്നതയാണ്, ഒടുക്കാനൊന്നുമില്ല. അതിന് ഞാൻ നിന്നെ കൊല്ലുക. ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കിക്കേ. ഇതല്ലയോ കാൽവറിയിലെ ക്രൂശൻ നടന്നു? ഇതല്ലയോ ക്രൂശൻ? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ, എന്റെ പാപത്തിന്റെ നഗ്നത മാറ്റി നീതിയുടെ വസ്ത്രം ഉടുപ്പിക്കേണ്ടതിനു വേണ്ടി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞ ദൈവസ്നേഹം ഉള്ളിൽ തട്ടുന്നെങ്കിൽ ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനുഷ്യനെ ഉണ്ടാക്കുവാൻ 2 വട്ടം മണ്ണ് മതിയായിരുന്നു. പക്ഷേ അവനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കൊടുക്കേണ്ടി വന്ന വില 2 വട്ടം മണ്ണല്ല, അവിടുത്തെ സ്വന്തം പുത്രന്റെ അവസാനത്തോടെ ചോര വരെയാണ്. ഇത്രയും സ്നേഹിച്ചു. എനിക്കൊരു യോഗ്യതയില്ലാഞ്ഞിട്ടും അർഹതയില്ലാഞ്ഞിട്ടും ഇത്രയും വില കൊടുത്ത് ഇത്രയും സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്ത ദൈവം എന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടത്തില്ലയോ? എനിക്ക് വേണ്ടി പുത്രനെ തകർത്ത് കളവാൻ ദൈവത്തിന് മനസ്സായെങ്കിൽ അതിനേക്കാളൊക്കെ എത്ര ചെറിയ പ്രശ്നങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ആ പ്രശ്നങ്ങളിൽ ദൈവത്തിനെ സഹായിക്കത്തില്ല. സഹോദരി, നീ അല്ലാതെ ദൈവത്തിന് വിലപ്പെട്ടത് വേറെ ഒന്നുമില്ല.
സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുമെന്നുള്ള ഉറപ്പോടെ ഇന്ന് രാത്രി പിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറ, ഞാൻ ദൈവത്തിന്റെ വൈശിഷ്ട്യമുള്ള സൃഷ്ടിയാണ്, എനിക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വില കൊടുത്ത് വാങ്ങിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകളുണ്ട്. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരാണ്. അതുകൊണ്ട് ഓരോ സുമതനും നിങ്ങൾ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്. സ്വന്തം പുത്രനെ ക്രൂശിൽ തകർക്കാൻ തക്കവണ്ണം എന്നോട് സ്നേഹമുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്റെ ആവശ്യങ്ങൾ ഞാൻ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ എന്റെ ഭാരം ഏറ്റെടുത്ത് ഇന്ന് രാത്രിയ പ്രശ്നത്തിന് ദൈവം ഒരു പരിഹാരമുണ്ടാക്കി ഈ ആരാധന കഴിഞ്ഞു പോകുന്നതിന് മുൻപ് എന്നെ ഭാരപ്പെടുത്തുന്ന, എന്നെ വിചാരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന വിഷയത്തിന് ദൈവം ഒരു നീക്കിപോക്കുണ്ടാക്കി അതിനൊരു മറുപടി തന്ന്, ഏതടഞ്ഞ വാതിലും തുറന്ന്, ഏത് വഴിയും കാണിച്ചു തന്ന്, എന്തെങ്കിലും വിധത്തിൽ ദൈവം ആ വ്യാകുലത മാറ്റി എന്റെ പ്രശ്നത്തിന്, അത് ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഈ ദൈവം ഇന്ന് രാത്രി അത് ഏറ്റെടുത്ത് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ വിടുവിക്കുമെന്ന് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ പിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. കാരണം ഒന്ന്, വിചാരപ്പെടുന്നത് കൊണ്ട് പ്രയോജനമില്ല. രണ്ട്, നാം ദൈവത്തിന് വൈശിഷ്ട്യമുള്ളവരാണ്. മൂന്നാമത്തെ കാരണം, പത്രോസ് പറയുന്ന ഒരു കാരണം, 1 പത്രോസ് 5:6. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈകളിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തയാകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. എന്തുകൊണ്ട് വിചാരപ്പെടാൻ പാടില്ല? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. മൂന്നാമത്തെ കാരണം, എന്തുകൊണ്ട് മനുഷ്യൻ വിചാരപ്പെടാൻ പാടില്ല? കരുതുന്ന ഒരു ദൈവമുണ്ട്. കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സ്നേഹിക്കുന്ന ദൈവം എന്തുകൂടെ ചെയ്യുന്നതാണ്? കരുതുന്ന ദൈവം കൂടാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം കരുതിയിട്ടുണ്ട് എന്ന് രാത്രി പറ. ദൈവം കരുതിയിട്ടുണ്ടെന്ന് പറ. എവിടാന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം കരുതിയിട്ടുണ്ട്. അതെപ്പോഴാ കാണുന്നത്? പത്രോസ് പറഞ്ഞു, താണിരുന്നാ മതി, തക്ക സമയമാകുമ്പോ കാണും. തക്ക സമയമാകുമ്പോ കാണും. വിചാരിച്ചു ഇതുവരെ എന്താ കാണാഞ്ഞെന്ന് ചോദിച്ചാൽ പറയണം, സമയമായിട്ടില്ല. സമയമാകുമ്പോ ദൈവം കാണിച്ചു തരും. വിചാരിച്ച് നീ എന്നെ പേടിപ്പിക്കേണ്ട, വേവലാതിപ്പെടുത്തണ്ട. കൃത്യ സമയമാകുമ്പോ ദൈവത്തിന്റെ കരുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എന്നെ കാണിച്ചു തരും. എല്ലാത്തിനും ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആളുകളായി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും ഒരു വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാൽ മതി, സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സമയമാകുമ്പോൾ കരുതൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പത്രോസിനോട് ചോദിക്കും, എങ്ങനെ അറിയാം? തിയറി എഴുതുകയാണോ? പ്രായോഗികമായി എന്തെങ്കിലും അനുഭവമുണ്ടോ? അനുഭവമില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അനുഭവമില്ലാത്ത കാര്യങ്ങൾ എഴുതിയിട്ടും കാര്യമില്ല. ഞാൻ ഇന്നേ വരെ എനിക്ക് അനുഭവമില്ലാത്തൊരു കാര്യം ഞാൻ പ്രസംഗിച്ചിട്ടില്ല.
അതുകൊണ്ടാണ് ഞാൻ ഈ വെളിപാട് പുസ്തകത്തിലെ ദാനിയേൽ പ്രവചനത്തിലെ ഒന്നും വലിയ മർമ്മമൊന്നും പ്രസംഗിക്കാം. എനിക്ക് ആ മൃഗത്തെയും കൊമ്പിനെയും ഒന്നും വലിയ അനുഭവമൊന്നുമില്ല. അതുകൊണ്ട് എനിക്കതിലൊന്നും വലിയ താല്പര്യമൊന്നും തെറ്റാണെന്നല്ല പറഞ്ഞത്. എനിക്ക് അനുഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ എന്റെ അനുഭവമായിട്ട് ബന്ധപ്പെട്ട ദൈവം കരുതുന്ന ദൈവമാണെന്ന് അനുഭവം. പത്രോസിനോട് ചോദിക്കുക, എന്താ ദൈവമേ, എങ്ങനെ അറിയാം പത്രോസെ ദൈവം കരുതുന്നവനാണ്? പത്രോസ് പറയും, ഒരു ഉദാഹരണം പറയാം. പലതുണ്ട്, ഒന്ന് പറയാം. പത്രോസ് പറയും, ഒരിക്കൽ പള്ളിയിലെ കരം കൊടുക്കാൻ കാശില്ലാതെ 2 ബ്രഹ്മപ്പണം മതിയായിരുന്നു. പക്ഷെ 2 ബ്രഹ്മപ്പണം എടുക്കാനില്ല. യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവെ ഞാൻ പള്ളിയിലെ കരം കൊടുത്തിട്ടില്ല. ചോദിച്ചു, എത്ര പണം വേണം? 2 ബ്രഹ്മപ്പണം. കർത്താവ് പറഞ്ഞു, ഞാനും കൊടുത്തിട്ടില്ല. അപ്പൊ 2 പേരുടെയും കൂടെ ചേർത്ത് 4 ബ്രഹ്മപ്പണം വേണം. കർത്താവ് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, നീ കടലിൽ പോയി ചൂണ്ടയിട്ടാ മതി. കടലിൽ പോയി ചൂണ്ടയിട്ട് എങ്ങനെ കാശ് കിട്ടുന്നു? കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കരുതിയിട്ടുണ്ട്. ചൂണ്ടയെ കൊത്തുന്ന മത്സ്യമാണ്, പക്ഷെ ആ മത്സ്യത്തിന്റെ വായില് 4 ബ്രഹ്മപ്പണം ഞാൻ വെച്ചിട്ടുണ്ട്. പത്രോസ് വീട്ടിൽ പോയി ചൂണ്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചൂണ്ടയിട്ടു. കർത്താവ് പറഞ്ഞതുപോലെ 4 ബ്രഹ്മപ്പണം വായിൽ കരുതിയിട്ടുള്ളൊരു മത്സ്യം പത്രോസിന്റെ ചൂണ്ടയിൽ കുത്തി. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ ഗലീല കടലിന്റെ അടിത്തട്ടി നടക്കുന്ന മീന്റെ വായി കാശുണ്ടെന്ന് ദൈവം എങ്ങനെ അറിഞ്ഞെന്നൊന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. കാരണം ദൈവത്തിനെല്ലാം അറിയാം. അന്ന് പ്രയാസമുള്ള കാര്യമല്ല ദൈവത്തിന്. അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ മത്സ്യം പത്രോസിന്റെ ചൂണ്ടയിൽ എങ്ങനെ കുത്തിയെന്നു. കാരണം കർത്താവ് പറഞ്ഞു, നീ പോയി കടലിൽ പോയി ചൂണ്ടയിടാൻ പറഞ്ഞു. പത്രോസ് വീട്ടിൽ പോയി ചൂണ്ടയൊക്കെ എടുത്തത് എത്ര സമയം ഇടയ്ക്ക് പോയെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് സമയം ഏതായാലും പോയി, അരമണിക്കൂറേലും എടുത്താണ് ഇതിന്റെ ഇടയ്ക്ക്. പക്ഷെ ഈ സമയത്തും ഈ മത്സ്യം ഇവിടെ ഉണ്ട്, ഈ സമുദ്രത്തിലുണ്ട്. ആ സമയത്തും സമുദ്രത്തിൽ ഒരുപാട് ആളുകൾ ചൂണ്ടയിടുന്നു, പലര് വല വീശുന്നു. പക്ഷെ എന്താ, ആരുടെയും ചൂണ്ടയിൽ ഈ മത്സ്യം കൊത്താനില്ല. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ മത്സ്യം ഈ പണവും വായി വെച്ചോണ്ട് ശ്വാസം മുട്ടുക, ഇത് കടിച്ചു പിടിച്ച് ശ്വാസം മുട്ടുക. അന്നേരം പല ചൂണ്ട വന്നു, പലരെ കൊത്തണമെന്ന് മത്സ്യത്തിന് തോന്നിക്കാണും. പക്ഷെ ദൈവം പറഞ്ഞു, കൊത്തരുത്, ആ ചൂണ്ടയല്ല, കൊത്തരുത്. കല്യാണം കഴിക്കാത്ത കുഞ്ഞുങ്ങളോടൊരു ദൂത് പറയാം, കാണുന്ന ചൂണ്ടയിലെല്ലാം കയറി കൊത്തരുത്. ഒരുപാട് പേരെയിട്ട് ചൂണ്ട വരും, കയറി കൊത്തരുത്. ഇമെയിലിൽ വരുന്ന ഫീമെയിലിനെ എല്ലാം കയറി കൊത്തരുത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഒത്തിരി ചൂണ്ട വരും, കയറി കൊത്തരുത്. നിങ്ങൾക്കുള്ളത് സമയമാകുമ്പോൾ ദൈവം കാണിച്ചു തരും. മനസ്സിലായോ? പത്രോസിന്റെ ചൂണ്ട വരുന്നത് വരെ മീനെ ദൈവം വിലക്കി. പലര് ചൂണ്ടയിട്ടു. ദൈവം മീനോട് പറഞ്ഞു, കൊത്തരുത്, ഇത് വേറൊരാൾക്ക് വേണ്ടി ഞാൻ കരുതിയതാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് പത്രോസിന്റെ ചൂണ്ട വന്നു. പത്രോസിന്റെ ചൂണ്ട വന്നപ്പം ദൈവം പറഞ്ഞു, ചാടിക്കൊത്തിക്കൊള്ളാൻ പറഞ്ഞു. ചാടിക്കൊത്തിയത് പത്രോസിന്റെ ചൂണ്ടയിൽ തന്നെ കൊത്തി. ഇന്ന് രാത്രി ദൂതേറ്റെടുക്ക്, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും എവിടെയും കരുതിയിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം ചൂണ്ടയിട്ടാലും ആരെല്ലാം വല വീശിയാലും ആ ചൂണ്ടയിലൊന്നും കൊത്താതെ എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് എന്റെ ചൂണ്ടയിൽ തന്നെ തരുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത്, ദൈവത്തിന്റെ കരുതലോർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. വിളിച്ചു പറ, പത്രോസിനോട് ചേർന്ന് പറ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനായ നിങ്ങളുടെ സകല ചിന്തയാകുലങ്ങളും അവന്റെ പേരിട്ടു വന്നേ. വിശ്വസിക്കുക, നിനക്ക് വേണ്ടി ദൈവം കരുതിയ ജോലി വേറെ ആരെല്ലാം അപേക്ഷ കൊടുത്താലും എവിടെ നിന്നെല്ലാം ശുപാർശ വന്നാലും പോവുകയില്ല. നീ ചെല്ലുന്നത് വരെ കാത്തിരിക്കും നിനക്ക് വേണ്ടി. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞു പോകുമ്പോ പറഞ്ഞോണ്ട് പോകും, എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ ഏതോ മത്സ്യത്തിന്റെ വായിൽ കാത്തിരിക്കുകയാണ്.
ആരുടെയോ ബാങ്കിലെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, ആരുടെയോ പോക്കറ്റിൽ കിടപ്പുണ്ട്, ആരെയോ ദൈവം സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി തന്റെ പുത്രനെ ഏൽപ്പിച്ചു തന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് വേറെ എങ്ങും പോകാതെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ദൈവം കരുതിക്കൊണ്ടു. അതാ പത്രോസ് പറഞ്ഞത്, ദൈവം കരുതിക്കൊണ്ടു. അബ്രഹാം ഇസഹാക്കുമായിട്ട് യാഗത്തിന് പോകുമ്പോൾ ഇസഹാക്ക് ചോദിച്ച ചോദ്യവും ഇതാണ്, അപ്പൊ തീയുണ്ട് വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളു. എങ്ങനെ അറിയാം? അബ്രഹാമിന്റെ മനസ്സ് പറയുന്നു, ദൈവം കരുതിക്കൊള്ളു, ദൈവം കരുതിക്കൊള്ളു. അബ്രഹാം ചെയ്തത് ആദ്യം പറയുക, ആദ്യം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളുവെന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 4:13 വായിക്കും. ഞാൻ വിശ്വസിച്ചു, അത് നിർത്തി വായിക്കണേ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട്. അപ്പൊ വിശ്വസിച്ചാൽ എന്തോ ചെയ്യണം? എന്ത് ചെയ്യണം? എന്തോ സംസാരിക്കണം? വിശ്വസിച്ച കാര്യം സംസാരിക്കണം. വളരെ ലളിതമാണ്, മനസ്സിലായി? ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് സംസാരിച്ചു. എന്ത് എഴുതിയിരിക്കുന്നത് പോലെ, അത് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അത് പൗലോസ് എടുത്തെഴുതിയിട്ട് പറഞ്ഞു, എന്ത് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ. അപ്പോൾ പൗലോസ് പൂർവകാല പിതാക്കന്മാരുടെ അനുഭവം, അബ്രഹാം മുതലുള്ള പിതാക്കന്മാരുടെ അനുഭവം എടുത്ത് ഓർമ്മയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എന്റെ അകത്തുമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ആത്മാവ് ആരുടെ എല്ലാം അകത്തുണ്ടോ അവർ പൗലോസ് ചെയ്തത് ചെയ്യണം. പൗലോസ് എന്ത് ചെയ്തു? ആ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ എന്തോ സംസാരിക്കേണ്ടത്? വിശ്വസിക്കുന്ന കാര്യം എന്ത് ചെയ്യണം? സംസാരിക്കണം. വിശ്വസിക്കുന്ന കാര്യം സംസാരിക്കണം. അബ്രഹാം അതാ ചെയ്ത്. ആദ്യം വിശ്വസിച്ച കാര്യം പറഞ്ഞു, ആരോടെങ്കിലും പറഞ്ഞു. ഇസ്ഹാക്കിനോട് പറഞ്ഞു, ദൈവം ഒന്നാമത് പറഞ്ഞു, രണ്ടാമത് കണ്ടു. നീ പറഞ്ഞോട്ട് നടക്കുന്ന നീ കാണാൻ പോകും. നീ വിശ്വസിക്കുന്ന കാര്യം പറയണം, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഓരോ ദിവസവും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് പറയണം. സംശയത്തിന്റെ വാക്ക് പറയരുത്, അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്. അതുകൊണ്ട് പൗലോസ് എപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ പൗലോസ് പറഞ്ഞു, വലുതും സഫലവുമായൊരു വാതിൽ ദൈവം എനിക്ക് തുറന്നിരിക്കുന്നു. അത് വിശ്വാസത്തിന്റെ ഭാഷയാണ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. വിശ്വാസത്തിന്റെ ഭാഷയാ പറയുന്നത്. ആകയാൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അത് വിശ്വാസത്തിന്റെ ഭാഷയാ പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഒരു സൈന്യം എന്റെ താഴെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇത് വിശ്വാസത്തിന്റെ ഭാഷയാ. നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല. യഹോവ എന്റെ ജീവന്റെ ബലമാണ്. വിശ്വാസത്തിന്റെ ഭാഷ പറയണം. ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് 1 മിനിറ്റ് വിശ്വാസത്തിന്റെ ഭാഷ പറഞ്ഞ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തിന്റെ മുൻപിൽ വിശ്വാസത്തിന്റെ ഭാഷ പറ. ഇന്ന് രോഗിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറ, എന്റെ ദൈവം എന്റെ പാപം ക്ഷമിക്കുക മാത്രമല്ല, അവൻ നമ്മുടെ ആകൃത്യമൊക്കെയും മോചിക്കുകയും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. അവന്റെ അടിപ്പിടലുകള് എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വിശ്വാസത്താൽ പറ. എത്ര വലിയ പ്രശ്നമാണെങ്കിലും പറ. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയാകും. ഈ യോഗം തീരുന്നത് വരെ നീ എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ യോഗം തീരുന്നതിന് മുൻപ് ഈ പർവ്വതം പൊടിയും, നീ സമഭൂമിയായി മാറും. വിശ്വാസത്തിന്റെ ഭാഷ പറയണം. അബ്രഹാം ചെയ്തു. ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഇസഹാക്കിന്റെ തലയിൽ എന്തുണ്ടെന്നറിയാമോ? എന്തുണ്ട്? ഒരു കെട്ട് വിറകുണ്ട്. എന്തിനാ ഈ വിറക്? ഈ വിറക് ആരെ ദഹിപ്പിക്കാനാ?
ദൈവത്തിന്റെ കരുതൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ വിറക് ആരെ ദഹിപ്പിച്ചേനെ? ഇസ്ഹാക്കിനെ ദഹിപ്പിച്ചു. ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ ചുമന്നുകൊണ്ട് പോയ ചുമട് ഇവനെ ദഹിപ്പിച്ചേനെ. സഹോദര സഹോദരി, നിന്റെ തലയിലിരിക്കുന്ന ചുമട് അത് കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് നിന്നെ ദഹിപ്പിക്കും. ഇന്ന് രാത്രി ഏതെങ്കിലും ചുമടും കൊണ്ടാ വന്നതെങ്കിൽ അത് ഓരോ ദിവസവും നിന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ചുമക്കുന്ന ചുമട് നിന്നെ ദഹിപ്പിക്കാനുള്ള ചുമടാണ്. അത് തിരിച്ചറിയണം. അതുകൊണ്ടാ പറഞ്ഞ നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടോളാൻ, അത് തലയെ വെച്ചോണ്ട് നടക്കരുത്. ഇങ്ങോട്ട് ചുമ്മിക്കൊണ്ട് വന്ന ചുമടൊന്നും തിരിച്ചു കൊണ്ടുപോകരുത്. ഇസഹാക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തലയിൽ വലിയ ഭാരമുള്ളൊരു ചുമടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇസഹാക്ക് കയ്യും വീശിയാവുന്നത്. എന്തിയ ചുമട്? ഇസഹാക്ക് പറയാ, അത് കത്തുന്നത് ഞാൻ കണ്ടു. എപ്പോഴാ കത്തിയത്? ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന് എന്നെ ദഹിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ച ചുമട് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടപ്പോഴ് അത് ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. ഇനി എന്റെ തലയിൽ ചുമടില്ല. ഇനി ഞാൻ ഈ ചുമട് കൊണ്ട് നടക്കത്തില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്ന് രാത്രി ഏതെല്ലാം ഭാരച്ചുമടുമായിട്ട് വന്നിട്ടുണ്ടോ അത് താഴെയിട് ദൈവത്തിന്റെ തീ ഇവിടെ കത്തുക പോവുകയാണ്. ആ തീക്കകത്ത് എല്ലാ ഭാരമുള്ള ചുമടും ഇന്ന് രാത്രി കത്തി ചാമ്പലാകാൻ പോവുകയാണ്. പ്രിയ സഹോദര, നിന്റെ ചുമടെടുത്ത് താഴെയിട്. സഹോദരി, കുഞ്ഞിയെ മോള്, നിന്റെ അരട്ടുന്ന ചുമട് ഇന്ന് രാത്രി നീ തീയിലേക്ക് എറിഞ്ഞുകള. ദൈവത്തിന്റെ തീ ഇവിടെ ആളിക്കത്തട്ട്. പരിശുദ്ധാത്മാവിന്റെ യാത്രയിൽ എല്ലാ ചുവടുകളും കത്തി, എല്ലാ വ്യാകുലങ്ങളും കത്തി, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകട്ടെ. പുതു വഴികൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അടുത്ത ചില നിമിഷങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഭാരമുള്ള ചുവടുമായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുപോകരുത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാ സകലതും സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എല്ലാ ഭാരമുള്ള ചുമടുകേറിയ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ തീയിലേക്ക് നിന്റെ ഭാരം ചുമടെറിഞ്ഞ് പുസ്തകമൊക്കെ കൊണ്ട് താഴോട്ട് വെച്ചിട്ട് കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് എല്ലാ ഭാരം കട്ടട്ടെ, എല്ലാ രോഗവും മാറട്ടെ, എല്ലാ പ്രശ്നവും നിറട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാണത്രേ എന്ന് പറയുന്നു. ചെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, ഇന്ന് രാത്രി നീ സമഭൂമിയായി മാറും. ഈ വർഷത്തിനോട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഭാരങ്ങൾ ഇന്ന് രാത്രി കത്തിച്ചു കളഞ്ഞ് കൊണ്ടവിട്ടവരെ പോലെ, ഭാരം ഒഴിഞ്ഞവരെ പോലെ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുകിട്ടിയവരായി, വ്യാകുലത ഒഴിഞ്ഞവരായി, സമാധാനത്തോട് സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം എല്ലാ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ. കരങ്ങളെ അടിച്ച് എല്ലാ ഭാരവും ഇറക്കി വെച്ച്, എല്ലാ വ്യാകുലത ഇറക്കി വെച്ച് ഇനി ഞാൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നില്ല. എനിക്ക് വ്യാകുല ചിന്ത വേണ്ട, എനിക്ക് അപരാധികൾ വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താപുരങ്ങളും അവന്റെ മേലിട്ടുകൊള്ളി. ദൈവത്തിന്റെ നീ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇന്ന് രാത്രി കീശാന് കിട്ടിയ